അച്ചായനോട് എത്തിയാവോ? അച്ചായോ, ആ ഹലോ. എവിടെ എത്തി? ഇത് എവിടെ എത്തിന്നറിയാൻ വയ്യടാ. ബൈപ്പാസ് കഴിഞ്ഞാ? ബൈപ്പാസും കഴിഞ്ഞു, ആൻജിയോഗ്രാമും കഴിഞ്ഞു. എന്നാലും ഞാൻ നിന്റെ കല്യാണത്തിന് വരും. അതല്ലെന്ന്, ബൈപ്പാസ് റോഡ് കഴിഞ്ഞാ? ആ ബൈപ്പാസ് കഴിഞ്ഞു. എന്നാ നേരെ സെമിത്തേരി. അയ്യോ അയ്യോ, അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാടാ. അതല്ലെന്ന്, അവിടുന്ന് നേരെ വന്ന സെമിത്തേരി റോഡ്. ആ അവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ജെട്ടി കാണാം. ആരുടെ? ആരുടെയും ജെട്ടിയല്ല, ബോട്ട് ജെട്ടി കാണാന്ന്. ഓ അവിടുന്ന് നേരെ വരുമ്പോ കാണുന്ന ആദ്യത്തെ പള്ളി. ആ പള്ളിയാ? ആ പള്ളി. എന്നാ ഞാൻ കല്യാണത്തിന് വരുന്നില്ല. അതെന്ത്? അവിടെ വെച്ച എന്റെ കല്യാണം കഴിഞ്ഞത്. എനിക്ക് ആ പള്ളി കാണുമ്പോ പേടിയാണ്, അവിടെ ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. അയ്യോ, അപ്പൊ അച്ഛന്റെ കയ്യിലുള്ള മോതിര? ആ മോതിരം ഞാൻ ആരെങ്കിലും കൈ കൊടുത്തു വിടാം. ഓ, എന്തെങ്കിലും കാണിക്ക്. എന്റെ ദൈവമേ, പെണ്ണും പിള്ളേന് ഇങ്ങനെ പേടിയുള്ള ഒരു മനുഷ്യൻ. ഇച്ചായ, അയ്യോ, കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചിമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി. ഇച്ച ഇവിടെ വന്നേക്കുവാന്നോ? ഞാൻ എവിടൊക്കെ തെരഞ്ഞെന്നറിയോ? എന്നായിരുന്നു? ബെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതാ രാവിലെ ഉപ്പാവ് കഴിച്ചെന്റെ ആയിരിക്കും. നെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു. നെഞ്ചരിപ്പുണ്ടെന്നല്ല, ബെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതെ. ആ റൂബി, എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചായ? ഈ ഉടുപ്പില്ലേ, ഈ ഉടുപ്പ് നീ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ വച്ചിട്ട് പോകരുത്. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടോ ഇത്? അതല്ലെന്ന്, പിന്നെ നമ്മുടെ വീട്ടിലവിടെ എവിടെ നോക്കിയാലും നല്ല തുരുത്തുകളല്ലേ. ഈ ഉടുപ്പ് ഇങ്ങനെ വല വേച്ച് അങ്ങനെ എറിഞ്ഞാലും കിട്ടും ഒരു കറുക്കുള്ള മീന്. അച്ഛാ ഇവിടെ നിന്ന് കഥ പറയാതെ അവിടെ വിളിക്കുന്നുണ്ട്. അച്ചായ, ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഷൂ സൂര്യ ഇടാതെ അകത്തോട്ട് കേറരുതെന്ന്. അങ്ങനെ കേറിയിട്ട് അച്ഛൻ ഇറങ്ങി പോവെന്നാ പറഞ്ഞേക്കുന്നത്. പള്ളിക്കകത്ത് കയറി ഞാൻ ചൂടി കഴിഞ്ഞാൽ അച്ഛൻ മാത്രമല്ല മൊത്തം ആൾക്കാർ ഇറങ്ങി പോവാണ്. അയ്യോ, പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. നിറഞ്ഞ മാറിലെ ആദ്യ നക്ഷതം. ഹലോ ഹലോ, ആരാ? ഞാൻ സുധിയാണ്. ഏത് സുധി? ഓ, 14 വർഷം പ്രേമിച്ച് നടത്തിയിട്ട് നീ എന്റെ ശബ്ദം പോലും മറന്നല്ലേടി? ഓ, ആ സുധി. ആ, നീ ഇപ്പൊ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ ഇപ്പൊ എവിടാ സുധി? ഞാൻ പള്ളിമുറ്റത്തുണ്ട്. പള്ളിമുറ്റത്തോ? ആ, എന്തിനാ? എനിക്ക് നിന്നെ കണ്ട് 2 വാക്ക് സംസാരിക്കണം. അയ്യോ, ഇവിടെ മിന്നുകെട്ടിന്റെ സമയായി. എന്നാ കുഴപ്പമില്ല, ഞാൻ പള്ളിക്കകത്തോട്ട് വരാം. അല്ല, ഇങ്ങോട്ട് വരില്ലേ? ഇങ്ങോട്ട് വരില്ല, അവിടെ നില്ല, അവിടെ തന്നെ നില്ല. ഞാൻ ദാ വരുന്നു സുധി, അവിടെ നില്ല്. വാ വാ. 10-14 കൊല്ലം കണ്ണേ പൊന്നെ കറലെന്നും പറഞ്ഞ് നോക്കി കയ്യിലുള്ള പൈസ കൊടുത്ത് ഓരോ സാധനങ്ങളും മാഞ്ചു കൊടുത്ത് ആ കണ്ടപ്പോ കെട്ടിക്കോട്ട് പോകും. എന്റെ വിധിയല്ല എന്റെ. സുധി, ഓ, അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് നിനക്ക്. പക്ഷെ എന്നോട് വേണമായിരുന്നു അടി നിന്റെ ഈ ചതി. മനപൂർവ്വം അല്ല സുധി, സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോയതാ ഞാൻ. സാഹചര്യങ്ങൾ കൊണ്ട് മാറാൻ നിന്റെ അച്ഛന്റെ പേര് ജോണിക്കുട്ടി എന്നല്ലേ, അല്ലാതെ ഓന്തെന്നല്ലല്ലോ. പറയണം, ഇതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാ. നിനക്കറിയോ, ഈ കല്യാണാലോചന വന്നപ്പോ തൊട്ട് ഇത് നടന്നില്ലെങ്കിൽ വിഷം കഴിക്കുമെന്നും പറഞ്ഞോണ്ട് നിൽക്കുന്ന എന്റെ മമ്മി 2 അറ്റാക്ക് കഴിഞ്ഞ് 3ാമത്തെ അറ്റാക്കിന് വേണ്ടിയിട്ട് വെൽക്കം ബോർഡും പിടിച്ചോണ്ട് നിൽക്കുന്ന എന്റെ അച്ഛൻ. ഈ ഒരു കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ അടുത്ത കല്യാണത്തിന് വേണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാലെടുത്ത് വെച്ചോണ്ട് നിൽക്കുന്ന എന്റെ ഒരു അനിയത്തി. ഇവരുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കാതിരിക്കും? ഇങ്ങോട്ട് നോക്ക്, കുടുംബത്തിനാന്നോ പ്രണയത്തിനാന്നോ ത്രാസിൽ ഭാരം കൂടുതലെന്ന് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ കുടുംബത്തിനായിരുന്നു കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതങ്ങ് സമ്മതിച്ചതാ. അതൊക്കെ എന്റെ തെറ്റ്. നിന്നെ സമ്മതിക്കണം. പള്ളിയിൽ നിന്ന് ഇറങ്ങി എന്റെ അടുത്ത് വരുന്നതിനിടയ്ക്ക് ഒരു കഥ അത് ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ച നിന്റെ ബ്രില്യൻസ്. നീ പോയ ജിത്തു ജോസഫിനെ ഒന്ന് കാണണം. എന്തിനാ? പുള്ളിക്ക് ഒരു റൈറ്റർ ആവശ്യമുണ്ട്. നിന്നെ കൊണ്ട് പറ്റും. സുധി, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണം. ഈ ജന്മത്തിൽ ഉരുളെ ഉരുട്ടി തന്നിട്ട് അടുത്ത ജന്മത്തിൽ വീണ്ടും ഇലയിട്ട് വിളിക്കണം അവള്. ഞാൻ മണ്ടായി വീണ്ടും എവളൊന്ന് കണ്ണടിച്ച് കാണിക്കും, ഞാൻ കൂടെ അങ്ങ് പോകും. ഇതെനിക്ക് സ്ഥിരം ഉള്ളത് തന്നെ. അതുകൊണ്ട് നീ അത് മാറ്റിപ്പടി. സുധി, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നീയും ഞാനും ഒന്ന് ചേരും. ഇത് സത്യം. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. നോക്കിക്കോ. ഇത് പറഞ്ഞിട്ടൊന്നും ഞാനാണ് അവളെ തേച്ചത്. ഞാൻ പറയുന്നൊന്നും നീ കേക്ക്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നമുക്കൊരു കുടുംബമായിട്ട് നമ്മൾ ജീവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആരും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ പോയിട്ട് സുഖമായിട്ട് നമ്മൾ ജീവിക്കും സുധി. മഞ്ജു വാര്യരും ഉർവശി ചേച്ചി അഭിനയം നിർത്തി വീട്ടിയിരിക്കണം.
ഈ വർഷത്തെ മികച്ച നടി. ആ ഇവള് കൊണ്ടുപോയി. അവളെ കൊണ്ട് പറ്റും. അവളെ അമ്മാതി എങ്ങനെ പറ്റണം ഇതിനെ കൊണ്ട്. മികച്ച നടി, ഞാൻ മികച്ച നടിയല്ലയോ? ആന്ന് ഞാൻ മികച്ച നടിയാ. ഞാൻ ചതിച്ചിയാ, ഞാൻ വഞ്ചകിയാ. ഈ റൂബി ചീത്തയാ. റൂബി, നീ ചീത്തയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ റൂബി ചീത്തയാ. എന്റെ ദൈവത്തിനാണ് എന്റെ പെറ്റമ്മ സത്യം എന്റെ വായിൽ നീ ചീത്ത എന്നൊരു വർത്തമാനം വീണിട്ടില്ല. ഈ റൂബി ചീത്തയാ. എന്റെ റൂബി ചീത്തയല്ല, പിന്നെ പക്ക ഫ്രോഡ്. അല്ലെങ്കിൽ നീ എന്നെ പോലെ ഒരുത്തനെ പറ്റിക്കോടി. നീ ഫ്രോഡ്. പ്രേമിച്ച സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ, നിന്നെ കെട്ടാൻ പോണവന്റെ പേരെന്താന്ന്? മറിയാനോ. ശരിക്കും പറഞ്ഞ ഈ ലോകത്ത് ഏറ്റവും വലിയ പാവം ചെയ്തവൻ ആരെന്നറിയാമോ? എന്റെ സുധി, അത് നീയാണെന്ന് മാത്രം പറയരുത്. ഞാനല്ല, ആ മറിയാനോ. ഇല്ലെങ്കിൽ നിന്നെ പോലെ സാധനം അവന്റെ തലയിൽ വന്ന് കയറും. സുധിയാനോയോ? അയ്യോ, മറിയാനോ മിക്സ് ആയി പണ്ടും നിനക്ക് കോക്കയിലാണ് ഇഷ്ടം. ഓൺലൈനിൽ ഒരേ സമയം 3-4 അത് ഞാൻ വിട്ട് പോട്ട്. എടീ, പ്രേമിച്ച് നടന്ന സമയത്ത് നിനക്ക് എന്തെല്ലാം സാധനം ഞാൻ വാങ്ങിച്ചു തന്നെ? എന്തെല്ലാം സാധനം എനിക്ക് വാങ്ങിച്ചു തന്ന്. ഈ കാലത്ത് ഓരോരുത്തർ പ്രേമിക്കുമ്പോ എന്തൊക്കെയാ കൊടുക്കുന്നതെന്നറിയോ? ആ സിന്ധു, ആ ബിജു പ്രേമിക്കുന്ന കാലത്ത് എന്തൊക്കെയാ ബിജു കൊടുത്തേന്നറിയാവോ? കാറ്, കൊലുസ്, നെക്ലസ്. നിങ്ങൾ എനിക്ക് എന്തോ തന്നത്? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.